മാവേലിക്കരയിലെ NDA സ്ഥാനാർത്ഥി ബൈജു കലാശാല മണ്ഡലത്തിലെ വോട്ടർമാരെ നേരിൽ കാണുന്ന തിരക്കിലാണ്. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ എടത്വ, ചമ്പക്കുളം എന്നിവിടങ്ങളിലായിരുന്നു ഇന്ന് പര്യടനം നടന്നത്. നിഷാദീപ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മാവേലിക്കര മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ബൈജു കലാശാല ഒരാഴ്ചയായി മണ്ഡലത്തിൽ തിരക്കിട്ട പ്രചരണത്തിലാണ്. മാവേലിക്കര മണ്ഡലം എന്ന് പറയുന്നത് 3 ജില്ലകളിലായി ആലപ്പുഴ, കോട്ടയം, കൊല്ലം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലും തന്നെ സ്ഥാനാർത്ഥിക്ക് ചെന്ന് വോട്ടർമാരെ കാണേണ്ടതുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായി തുടങ്ങിയ പ്രചരണമാണ്. ഈ 3 ജില്ലകളിലായി മണ്ഡലം വ്യാപിച്ചു കിടക്കുന്നു. എവിടെയൊക്കെ പോയി വോട്ടർമാരെ കണ്ടു? 3 ജില്ലയിലും ഉള്ള വോട്ടർമാരെ കണ്ടു. മൊത്തത്തിൽ 7 അസംബ്ലി മണ്ഡലമാണുള്ളത്. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സംഘടനാ സംവിധാനം അനുസരിച്ച് ആ 7-നെ 14 വിഭജിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ചങ്ങനാശ്ശേരി, കോട്ടയത്തെ ചങ്ങനാശ്ശേരി മാത്രമാണുള്ളത്. ചങ്ങനാശ്ശേരി റോഡ് ഷോ അടക്കമുള്ള കാര്യങ്ങൾ തീർന്നു. ഏതാണ്ട് 6 റോഡ് ഷോകൾ പൂർത്തിയായി. 6 മണ്ഡലങ്ങളിൽ സമ്പർക്ക പരിപാടികൾ പൂർത്തിയായി. ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് തീർച്ചയായും എത്തിയിട്ടുണ്ടാവും. അത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ടായി പ്രതിഫലിക്കുമല്ലോ. സാധാരണക്കാരൻ്റെ മനസ്സിന് ശാന്തതയും അവന് ആശ്വാസവുമാകുന്ന മോദി പദ്ധതികൾ, അത് ഏതാണ്ട് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ മിക്ക ആളുകളുടെയും കയ്യിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരം പദ്ധതികളും പ്രവർത്തനങ്ങളും ജനങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽപ്പുണ്ട്. ഇപ്പോൾ എൻ്റെ പ്രചരണം, നിയോജക മണ്ഡലം തല പ്രചരണം ഞാൻ ആരംഭിച്ചത് തകഴിയിലെ പ്രസാദ് ആത്മഹത്യ ചെയ്ത കർഷകൻ പ്രസാദിൻ്റെ ഭവനത്തിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ നിന്നും ഒരു പിടി മണ്ണ് വാരിക്കൊണ്ടാണ് തുടങ്ങിയത്. എന്ന് പറഞ്ഞാൽ അത് ഈ ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേടിൻ്റെയും ജനദ്രോഹ നയങ്ങളുടെയും ബലിയാടാണ് ഈ പ്രസാദ്. അപ്പോൾ അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്താ? ഇപ്പം നെല്ലിന് 1 കിലോ നെല്ലിന് സർക്കാർ കൊടുക്കുന്നത് 28 രൂപ 30 പൈസയാണ്. അതിൽ 22 ജില്ലയും കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. നോക്കൂ, 28 രൂപ 30 പൈസ കർഷകന് കിട്ടുമ്പോൾ അതിൽ 22 ചില്ലറ കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. ആ പണം കൊടുത്താൽ ആ പണം വകമാറ്റി ചെലവഴിക്കുക, എന്നിട്ട് ഈ ബാങ്കുമായിട്ടൊക്കെ അറ്റാച്ച് ചെയ്ത് അവന് സിവിലുണ്ടാക്കി, പ്രശ്നമുണ്ടാക്കി, തീരാ കടക്കാരനാക്കി ആത്മഹത്യയുടെ വക്കിലേക്ക് കടത്തിവിടുക. ഇപ്പൊ കുട്ടനാട്ടിലാണ് ഇന്നത്തെ പ്രചാരണം. എന്താണ് ഈ കുട്ടനാട്ടിലെ ആളുകളോട് പറയാനുള്ളത്? കുടിവെള്ള പ്രശ്നം ഉൾപ്പെടെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ഒരു സമയമാണ് കുട്ടനാട്ടിൽ. എന്താണ് ഇവിടുത്തെ വോട്ടർമാരോട് പറയാനുള്ളത്? എനിക്ക് കുട്ടനാട്ട് വോട്ടർമാരോട് പറയാനുള്ളത്, മോദി ഗവൺമെന്റ് നന്മ ഈ നാടിന് ലഭിക്കണം. അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യ സ്പർശം ഈ നാടിന് കിട്ടണം. അതിന് അവർ വോട്ട് ചെയ്യണം, NDAക്ക് വോട്ട് ചെയ്യണം. കുട്ടനാട്ടിലെ ജനത, ഈ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലെ ജനത ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അവർ ചിന്തിക്കണം. മറ്റുള്ളവർക്ക് എന്തിന് വോട്ട് ചെയ്യണം? ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധിയായി തീരുവാൻ, അതിലൂടെ സർക്കാരിന്റെ നന്മയും നിരവധി വികസന പ്രശ്നങ്ങൾ, കുട്ടനാടിന് നിരവധി വികസന പ്രശ്നങ്ങളുണ്ട്, അതിന് പരിഹാരം കാണണം. അതൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു മുന്നണിക്കും അത് പരിഹരിക്കാൻ കഴിയുന്ന ഒരു MPയെ സൃഷ്ടിക്കുവാനും ഈ നാട്ടിലെ ജനം വോട്ട് ചെയ്യണം എന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. കഴിഞ്ഞ ഒരാഴ്ചയായി മണ്ഡലത്തിലുടനീളം പ്രചാരണത്തിലായിരുന്നു മാവേലിക്കരയിലെ NDA സ്ഥാനാർത്ഥി ശ്രീ ബൈജു കലാശാല. എന്തായാലും NDA സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളൊക്കെ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സ്ഥാനാർത്ഥിയുള്ളത്.